ഇപ്പോഴത്തെ ഒരു ശിഷ്യപ്പെടുത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് ഒരു വൈകാരിക ബന്ധം അധ്യാപകരും ശിഷ്യന്മാരും തമ്മിലുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ആൽഫ ജനറേഷൻ വന്ന് നിൽക്കുമ്പോൾ വെർച്വൽ അധ്യാപകരും വെർച്വൽ കുട്ടികളുമായിട്ട് മാറുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെ മാറുന്നത്. ഞാൻ ഈ തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളെ ഓർക്കാതെ തുടങ്ങുന്നതും ശരിയല്ല. നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നമ്മളെ ഇന്നലെ വിട്ടു പിരിഞ്ഞുപോയത്. നമ്മുടെ കൊണ്ടോട്ടിയിലെ പ്രിയപ്പെട്ട MLA ആയ വലയത്തിലുള്ള ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ടൈപ്പിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചാരിറ്റിപരമായിട്ടുള്ള റിലീഫ് പരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം, മറ്റൊന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം. ആദ്യത്തേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചാരിറ്റിയും റിലീഫ് പ്രവർത്തനങ്ങളും നമുക്കറിയാം. KMCCയും അതേപോലെ തന്നെ CH സെൻറ്ററും അതേപോലെ തന്നെ ബൈത്തുർ റഹ്മാൻ പോലത്തെ പദ്ധതികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ചാരിറ്റി മുഖമാണ് ജനങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു മുഖം എന്ന് പറയുന്ന സാമൂഹിക രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒരു സംഘടന എന്ന് ചോദിച്ചാൽ അത് KSU ആണെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. അധ്യാപകരെന്ന് പറയുന്നത് നമ്മളുടെ രാഷ്ട്രീയ സംഘടനയുടെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന, ഏറ്റവും താഴെത്തട്ടിൽ ബാക്കിയുള്ള പ്രവർത്തകർക്ക് ഒരു മോഡലായിട്ട്, ഒരു ഗൈഡായിട്ട് വലയത്തിലുള്ള ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾക്കറിയാം. നമ്മളോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നവർ തന്നെ, ഒരു കളവ് ഉണ്ടാക്കി പറയുന്നവർ തന്നെ ഞാൻ ആ പറയുന്നത് സത്യമാണെന്ന് തോന്നുവാണ് ആവർത്തനങ്ങൾ ഉണ്ടാക്കുക. പഴയകാലത്ത് അതിനൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ സോഷ്യൽ മീഡിയ കാലത്ത് അതിനൊരു പ്രയാസമില്ല. നിരവധി ടൂളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരു ഫേസ്ബുക്കും വാട്സാപ്പും ട്വിറ്ററും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ സാധനങ്ങളൊന്നുമല്ല, ഇപ്പം എല്ലാം ഉണ്ട്. എല്ലാത്തിലും ഒരേ ടോണിൽ ഒരു സാധനം വന്നാൽ, ഒരു അഭിപ്രായം വന്നാൽ, ഒരു കാര്യം വന്നാൽ, ഒരു വൈകുന്നേരം ഒരു കിടക്കാനാകുന്ന സമയമാകുമ്പോഴേക്കും നമ്മളത് ഏകദേശം അതിലേക്ക് ലയിച്ച് ഒരു തീരുമാനത്തിലാകും എന്നതാണ് ഈ പോസ്റ്റ് ട്രൂത്ത് കാലത്തിലെ നുണകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ നടക്കുന്ന പേരുകളിൽ, സ്ഥലചരിത്രങ്ങളിലൊക്കെ വന്നിരിക്കുന്ന വലിയ മാറ്റത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു വലിയ കാര്യം പറയാവുന്ന തരത്തിൽ അല്ല ഒരു സമയം ഞാൻ ആദ്യം പറയുന്നത്. നമുക്ക് തന്നെ ബോധ്യമുള്ള, നമുക്കറിയാവുന്ന, നമ്മളന്ന് കൃത്യമായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും അതിശക്തമായ നുണകളിങ്ങനെ പറഞ്ഞു സത്യമാക്കിക്കൊണ്ടിരിക്കുന്ന താനൂരിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ഭാഗമാണ്. CPMൻ്റെ ജില്ലാ സമ്മേളനം താനൂരിൽ നടന്നതിനോടനുബന്ധമായിട്ടാണ് ഞാൻ അവിടെ സംസാരിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ തന്നെ സംഘാടകരോട് പറഞ്ഞു, അവിടെ നടന്ന സമ്മേളനത്തിൻ്റെ വീഡിയോകൾ, അതിൻ്റെ ലിങ്ക് എല്ലാം കൂടെ ഞാൻ വാങ്ങി ഏകദേശം ഒരുപാട് സമയമെടുത്തിട്ട് ഞാനതിലെ പ്രസംഗങ്ങളും അതിലെ സെമിനാറുകളും കേട്ടു. എനിക്ക് തോന്നുന്നത് നമ്മളൊന്ന് കേട്ടു നോക്കിയാൽ മാത്രമല്ല, എത്ര രസകരമായിട്ടാണ് MM നാരായണനെ പോലെയുള്ള ആളുകൾ, ചരിത്രകാരൻ എന്നാണ് തെറ്റിദ്ധരിച്ച ആളുകൾ അദ്ദേഹത്തെ വിളിക്കുന്നത്, അദ്ദേഹവും അങ്ങനെ ഒരു ഭാവത്തിലാണ് നടക്കുന്നത്. എത്ര വൃത്തിയില്ലാതെയാണ്, മര്യാദയില്ലാതെയാണ് ചരിത്രത്തെ അവർ ടച്ച് ചെയ്യുന്നത്, പറയണത് എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മോഹൻ ഭഗവത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു
സ്റ്റേറ്റ്മെന്റ് നടന്നു. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ നിരന്തരമായി പള്ളികൾക്കിടയിൽ ബിംബങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞതിലെ വക്താവ് എന്ന് പറയാവുന്ന മോഹൻ ഭഗവതിന്റെ വർത്തമാനമാണ്. നിങ്ങൾ ഇതിങ്ങനെ നിരന്തരമായി പറയരുത്, ഇടക്കൊക്കെ പറഞ്ഞോളൂ എന്നുള്ള ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇത് കുറച്ച് കൂടുതലാണ്, ഇത് അപകടമുണ്ടാക്കുകയാണ്. മോഹൻ ഭഗവതിന് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാവാനുള്ള കാര്യം എന്താണെന്ന് അറിയുന്നത്? പറഞ്ഞ് ഇപ്പൊ താജ്മഹലിന്റെ അടിയിലും ബിംബുണ്ടെന്ന് പറഞ്ഞു ഒരു സന്യാസി. നമ്മൾ ജീവിക്കുന്ന ഒരു പഴയ പോലെ ഒരു രാജ്യത്തല്ലല്ലോ, ഒരു ഗ്ലോബൽ വില്ലേജിലാണ്. ലോകം ഇത് കാണുന്നുണ്ട്, ലോകം ഇത് കേൾക്കുന്നുണ്ട്. ഇന്ത്യ വിലയിരുത്തപ്പെടുന്നുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ ഈ മേഖലയിൽ നിരന്തരമായ ചർച്ചകൾ നടക്കുന്ന ലോകം തന്നെ ഇത് പരിശോധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ടൂറിസ്റ്റുകളുടെ വരവ് തന്നെ ഏകദേശം ഒരു 47% കുറഞ്ഞു എന്നാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അവസാനത്തെ കണക്ക്. ഇന്ത്യയിലേക്ക് വരാനുള്ള ആകെ ആകർഷണം എന്താണെന്ന് അറിയുന്നത് നമ്മളുടെ രൂപയുടെ മൂല്യമിടിവാണ്. പുറത്തുനിന്ന് വന്നാൽ ഇവിടെ പൈസ മാറ്റുമ്പോൾ വലിയ പൈസ കിട്ടും. അവർക്കൊരു ഡോളറൊക്കെ ആയിട്ട് ഇവിടെ വന്നാൽ, റിയാലൊക്കെ ആയിട്ട് വന്നാൽ, യൂറോ ആയിട്ട് ഇന്ത്യയിൽ വന്നാൽ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ മറ്റു രാജ്യങ്ങളിൽ പോകുന്നതിനേക്കാൾ സൗകര്യമുണ്ട് എന്ന ഒരൊറ്റ ആകർഷണമാണ് വർത്തമാന ഇന്ത്യയിൽ ടൂറിസ്റ്റുകളെ വരുന്നതിൽ പ്രേരിപ്പിക്കുന്നത് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. എന്നാൽ താജ്മഹലിനടക്കം അവകാശവാദങ്ങൾ ഉന്നയിക്കുക വഴി ഇത് വലിയ പ്രശ്നമാവുകയാണ് എന്ന് ലോകത്ത് മുഴുവൻ ചർച്ചയാവുന്നു എന്നതുകൊണ്ട് മോഹൻ ഭഗവത് പോലും മുമ്പിൽ വന്നിട്ട് പറയുന്നത് ഈ സമയത്ത് RSSകാരനായ മോഹൻ ഭഗവതിന് പോലും വളരെ കൃത്യമായി ഇത് അപകടപ്പെടുന്നു പറഞ്ഞ് കുഴപ്പത്തിലേക്കാണ് പോകുന്നത് എന്ന് തോന്നുന്ന ഒരു സമയത്താണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ ഒരു കേവല പ്രസംഗമല്ല, അവരുടെ സാധാരണ പ്രസംഗന്മാർ തെരുവിൽ നടത്തുന്ന ഒരു സാധാരണ പ്രസംഗമാണെങ്കിൽ അതൊന്ന് വിട്ടുകളഞ്ഞേ. പക്ഷേ ശുദ്ധമായ നുണ പറയുക. മലയാളി പൊതുവെ തന്നെ ഈ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജാട സാധനം കേരളത്തിന് പൊതുവേ ഉണ്ട്. നമ്മളും കുറേയൊക്കെ അതിൽ അഭിനന്ദിക്കുന്നവരാണ്. കേരളം ഭയങ്കര സംഭവമാണ്. അതിനാദ്യം തന്നെ പറയുന്ന കാര്യം എന്താണ്? ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ്, ദൈവത്തിന്റെ സ്വന്തം നാട്. ബാക്കിയുള്ളപ്പോൾ പിന്നെ വേറെ ആരോ നാടാണെന്നുള്ള ഭാവത്തിൽ നടക്കുന്നത് നമ്മൾ ദൈവത്തിനോട് മാത്രമേ നാടുള്ളൂ. അതന്നെ ഒരു വല്ലാത്ത എന്താ പറയുക ഒരു അവകാശവാദമാണ്. വേറെ നമ്മൾ തർക്കമില്ലാതെ നമുക്കതിനെ തോന്നുന്ന ഒരു അവകാശവാദമാണ്. പിന്നെ പറയുന്ന കാര്യം എന്താണ്? സാക്ഷരത അംഗീകരിക്കാം, വിദ്യാഭ്യാസം. നിങ്ങളാണല്ലോ നമ്മുടെ നാട്ടിലെ കാര്യപ്പെട്ട അധ്യാപകന്മാർ. നേരത്തെ അവിടുന്ന് പറഞ്ഞത് ലക്ഷക്കണക്കിന് ആളുകളെ പഠിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങൾ. നമ്മളെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. എന്താണ് എത്രത്തോളം അറിയാം, അത് കിട്ടാൻ എത്ര കൊല്ലം മെനക്കെടണം എന്നുള്ള ആളുകൾക്ക് അറിയാം. ഇനി പഠിപ്പിക്കുന്ന സിലബസിലുണ്ട്. അപ്പോൾ പ്ലസ് 2 പഠിക്കുന്ന കുട്ടികളൊക്കെ നിങ്ങൾക്കറിയാലോ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. 2014 പിന്നെ കമ്പ്യൂട്ടർ സയൻസിന്റെ സിലബസാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത്. 2014 അതിൽ പറയുന്ന ഭയങ്കര വിപ്ലവം എന്താണെന്ന് വെച്ചാൽ 2020 3G വരുമ്പോൾ അവരെന്നെ പേര് മാറ്റി 5G നടക്കുന്ന കാലത്താണ് നമ്മളെ കമ്പ്യൂട്ടർ പിന്നെ പ്ലസ് 2ന്റെ പിന്നെ സിലബസിനകത്ത് ഇപ്പോഴും 2020 3G വരുന്നത് പഠിപ്പിക്കുന്നത്. ലോകം എവിടെയാണെന്ന് നമുക്കറിയാം. ഇലോൺ മസ്ക് ന്യൂറ ചിപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന ലോകമാണ്. കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു 6 മാസം മുമ്പ് ഞാൻ കുട്ടികളോട് മഹാകാര്യം എന്ന നിലക്ക് പറഞ്ഞു. ഗൂഗിളൊക്കെ പോയി, ChatGPT ആണ്, അതും പോയി. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ 03 ആണ്. ഇങ്ങനെ നിൽക്കുന്ന ഒരു ലോകത്താണ് 03യിലേക്ക് നമ്മൾ പോകുന്ന ഒരു കാലത്ത് പുതിയ ഒരു വെർച്വൽ വേൾഡ് സമാന്തരമായി വേറെ രൂപപ്പെട്ടു വരുന്ന ഒരു കാലത്ത് അടുത്ത നൂറ്റാണ്ട് വേണ്ട, ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണോ നമ്മളും തമ്മിലാണ്, മനുഷ്യരും തമ്മിൽ ആരാണ് മികച്ചു നിൽക്കുക എന്ന യുദ്ധം നടക്കുമെന്ന് ലോകം പറയുന്ന കാലത്ത് നമ്മൾ പഠിപ്പിക്കുന്ന സിലബസ് 2020 3G വരുമെന്നാണ്. ആ കുട്ടികളെ എന്ത് ചെയ്യാൻ ആയി പോവാന്ന് നമ്മൾ ആള് 3G ആയി എന്നൊക്കെ പറയുന്നില്ലേ, ആ കോലത്തിലേക്ക് ആയി പോകാൻ. എന്നിട്ടും നമ്മൾ പറയണം മലയാളികൾ ഭയങ്കര സംഭവമാണ്. വിജയരാഘവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് കേരളം പോലെ മികച്ച ഒരു നാടില്ലാതാണ്. വിജയരാഘവന്റെ ഭാര്യയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അതിനേക്കാൾ മികച്ച വേറെന്താണ് ഈ രാജ്യത്ത് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹം പറയുന്ന വർഗീയതൊക്കെ നമ്മൾ കേട്ടതാണ്. അതൊക്കെ പോട്ടെ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന്റെ നിലവിലുള്ള അവസ്ഥ എന്താണ്? യൂണിവേഴ്സിറ്റികളുടെ അവസ്ഥ എന്താണ്? മക്കളെ പറ്റുമെങ്കിൽ സംഗതികൾ ഇവിടെ നിന്ന് പഠിച്ചിട്ട് ശമ്പളമൊക്കെ വാങ്ങിക്കൊള്ളി.
മക്കൾ നന്നാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേടെ കൊണ്ടേ പഠിപ്പിച്ചാൽ മതി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ അതാണ് ചെയ്തത്. എനിക്കത് പറയുന്നതിൽ യാതൊരു മടിയില്ല. ഡിപ്പെൻഡ് ചെയ്യാവുന്ന അവസ്ഥയല്ല കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നിൽക്കുന്ന പുതിയ കാലം ChatGPT പോയി 03 ആയ കാലം എനിക്ക് അതിശയമാണ്. എങ്ങനെയാണ് നിങ്ങൾ +2 പഠിക്കുന്ന കുട്ടിയോട് 2020 3G വരും എന്ന് പറയാൻ നിങ്ങളല്ല അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ലജ്ജ എത്ര ഉണ്ടാവും? നമ്മുടെ നാട്ടിലെ സ്ഥിതി അതാണ്, വിദ്യാഭ്യാസത്തിൽ. പക്ഷെ പറച്ചിലിന് യാതൊരു കുഴപ്പമില്ല. ഈ തരം വർത്തമാനങ്ങളിൽ ഒന്നാണ് മലയാളം പഠിപ്പിച്ചത്. ഇപ്പൊ ഞാൻ പലപ്പോഴും പറയാം, ഈ നവകേരള സൃഷ്ടിപ്പിന്റെ തന്ത ചമയാൻ വേണ്ടി ഇടതുപക്ഷം ഉപയോഗിക്കുന്ന ആൾ EMS ആണ്. സത്യത്തില് വളരെ സമഗ്രമായ ഒരു വിലയിരുത്തൽ നടത്തിയാൽ എനിക്ക് ഇന്ന് വരെ ഒരു അത്ഭുതം തോന്നിയ ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ആധികാരികമായ ഒരു ഡിബേറ്റ് പോലും ഒരു ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിനോട് സമാന്തരമായി നടന്നിട്ടില്ല. EMS എന്താണ് കേരളത്തിന് സംഭാവന എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് പോലും. കാരണം ഈ CH മുഹമ്മദ് ഫയാസ് സാഹിബ് നിയമസഭയിൽ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറയുന്നത് ഗവൺമെന്റ് വരുമ്പോൾ സ്പീക്കറോട് പറയുന്നത്, സ്പീക്കർ സർ, ഈ ഇരിക്കുന്ന ഗവൺമെന്റിനെ അഭിവാദ്യമൊക്കെ ചെയ്യുന്നു, പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകൾ ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ടാണ് ജനാധിപത്യത്തെ അംഗീകരിക്കുന്നത്. അവരാത്യന്തികമായി ജനാധിപത്യത്തെ അംഗീകരിക്കുന്നവരല്ല. എന്നിട്ട് ഈ ജനാധിപത്യ നിർബന്ധിത സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ അംഗീകരിക്കുന്ന പോലെ തന്നെ രാഷ്ട്രീയത്തെ അംഗീകരിച്ച ഒരു വിഭാഗമാണ് EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ. അദ്ദേഹം ചെയ്തു ഈ സവർണ ബോധത്തെ നേരെ കൊണ്ടുവന്ന് രാഷ്ട്രീയത്തിൽ നിൽക്കും. അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരും ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടുന്നാണ്. നമ്മൾ പിന്നെ അറബിന്റെ പേര് വായിച്ചു. ചിലപ്പോൾ നമ്മളൊക്കെ ക്യാമ്പസിന്റെ പരിപാടി പോയാൽ ഗസ്റ്റ് ആയിട്ട് അറബി ഉണ്ടാവും. പേരെഴുതി തന്ന ഒരു പേപ്പർ കൂടെ മൂപ്പരെ പേരെഴുതും. മുഹമ്മദ് ബിൻ, സൽമാൻ ബിൻ, അഹമ്മദ് ബിൻ, ബിൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതുമാതിരിയാണ് ഒരു കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പേര് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരി. ശങ്കര എന്ന് വിളിച്ചാൽ പോലെ സഖാവ് ശങ്കരൻ. എന്ത് രസമുള്ള പേരാണ്. പക്ഷെ ജാതി, കുലം, വർഗം, കുടുംബം, തറവാട്, ആഢ്യത്വം എല്ലാം കൂടെ കൊണ്ടുവന്ന് കേരളം ഇപ്പോഴും നവകേരളത്തിന്റെ സൃഷ്ടിപ്പിന്റെ തലവനായി പറയുന്ന ചരിത്രം എഴുതുന്നത് EMSനെ കുറിച്ചാണ്. EMSന്റെ ഡയറക്ടർ കരുണാകരൻ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ നൽകിയ സംഭാവനകൾ ഒരുപാട് കാര്യം പറയാനുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അതിനെ അനലൈസ് ചെയ്യാൻ, അതിനെക്കുറിച്ച് ഒരു ശരിയല്ലെന്ന് പറയാൻ? ഞാൻ കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. കേരളത്തില് തലശ്ശേരി, ഇപ്പൊ തൊട്ടടുത്ത് തലശ്ശേരിയിലെ കലാപമുണ്ടായി. ഞാനെന്താ പറയുന്നത്, ചരിത്രത്തെ വക്രീകരിക്കുന്ന സംഖ്യകളുടെ പുറകിൽ മാത്രം പോകുമ്പോൾ കേരളത്തിൽ ഇതാണ് ഇതിന്റെ ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഒരു നാഷണൽ പെർസ്പെക്റ്റീവിലാണ് ചരിത്രവൽക്കരണം നടക്കുന്നത്. തൊട്ടടുത്ത തലശ്ശേരിയിൽ ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് സാമ്പത്തിക കൊള്ള നടത്തി ഭീകരം മെനഞ്ഞാന്ന് താങ്കൾ പ്രസംഗിക്കുന്ന ഈ കാര്യം പറഞ്ഞു. 2 ദിവസമായിട്ട് ഒരു ചാനല് അത് വലുതാക്കി വിട്ടപ്പോൾ പലരും എന്നെ വിളിച്ചു, ഷാജി എന്ത് എവിഡൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്? ഞാൻ അതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ റിപ്പോർട്ട് മുഴുവൻ വായിച്ചതായിരുന്നു. പക്ഷേ 2 ദിവസമായിട്ട് എനിക്ക് തലശ്ശേരി ഭാഗത്ത് നിന്ന് കിട്ടിയതിൽ രസകരമായ ഒരു കാര്യങ്ങൾ, CPI 972 ഇറക്കിയ ഒരു നോട്ടീസ് ഉണ്ട്. 5 ചോദ്യങ്ങൾ പിണറായിയോട് എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ആ നോട്ടീസ് വായിച്ച് ഇന്ന് രാവിലെ വരുമ്പോൾ പോലും അത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ നോക്കുകയുണ്ടായി. വളരെ കൃത്യമായി CPI വിധേയത്വ കമ്മീഷന് മൊഴി കൊടുത്ത 4ാമത്തെ കക്ഷി CPI കണ്ണൂർ ജില്ലാ ഡിസ്ട്രിക്ട് കൗൺസിലാണ്. 11ാമത്തെ കക്ഷി AIYF കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ്. ഞാൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടതിന്റെ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ മുഴുവൻ പരിശോധിക്കുകയുണ്ടായി. മൂത്തദേശൻ അയാൾ പ്രതിയാണ്. പിണറായി പാറപ്പുറത്തെ പള്ളി പൊളിച്ചതിലെ പ്രതിയാണ്. എന്നോട് PT തോമസ് നിയമസഭയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഷാജി പഠിക്കണമെന്ന് പലതവണ പറഞ്ഞിരുന്നു. ഞാൻ വായിച്ചിട്ട് ഷാജി ഒന്ന് വായിക്കണം, ഷാജി അത് പറയുന്ന അവിടെ മലബാറിൽ നിന്ന് പറയേണ്ട കാര്യമാണെന്നൊക്കെ പറഞ്ഞ് PT എന്നോട് പറയുന്നത്. അദ്ദേഹം നിയമസഭയിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പറയുന്ന ഒരു ചരിത്രത്തിന്റെ കാര്യമാണ്. ഈ ചരിത്രത്തെ വക്രീകരിച്ച് ഒരു കുമാരൻ, UK കുമാരനാണ് തലശ്ശേരി കലാപത്തിൽ ഷഹീദായ. ബാക്കി എല്ലാവരും രക്തസാക്ഷികളാണ്. ഇത് പള്ളിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് UK കുമാരനെ CPM ഷഹീദാക്കിയിട്ടുണ്ട്. കള്ളുശാസ്ത്രം മരിക്കുന്നത്, അതും കലാപം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ട്. ഈ
പക്ഷെ നമ്മളുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ എവിടെയും മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഷഹീദായ ആളായിട്ടാണ് UK കുമാരനെ കാണിക്കുന്നത്. നിങ്ങളുടെയും എന്റെയും കണ്ണിന്റെ മുമ്പിലുള്ള തലശ്ശേരി പട്ടണത്തിൽ പാലടി മുഹമ്മദ് കുട്ടി സീതി സാഹിബിനെ കുറിച്ച് പറഞ്ഞ ഏറ്റവും മ്ലേച്ഛമായ ഒരു പ്രയോഗമുണ്ട്. ചരിത്രത്തെ അധികരിച്ച് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഗൗരവപ്പെട്ട ഇടപെടൽ എനിക്ക് അത്ഭുതം. കേരളത്തിന്റെ സാംസ്കാരിക ലോകം, കേരളത്തിന്റെ ഒരു പൊതു സാമൂഹ്യ മണ്ഡലം അവിടെ വന്നില്ല. എത്രമാത്രം നിഷ്ക്രിയമായിട്ടാണ് നിങ്ങളത് കേൾക്കുന്നത്. സീതി സാഹിബിനെ നിങ്ങൾ ഈ ഇരിക്കുന്നത് പോലെ ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നത് സീതി സാഹിബ് വഹിച്ച പങ്കെന്താണ്, എത്ര വലുതാണ്, ചരിത്രത്തിൽ എഴുതി തീർക്കാനാവുമോ? കേരളത്തിൽ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ പലതരത്തിൽ അതിൽ പ്രവർത്തിക്കുകയും അതിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നവരല്ലേ? കേരളത്തിലെ 100 കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നതിന്റെ അടിത്തറ എന്താണ്? ആലുവയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു സ്ഥാപനത്തെയാണ് അവസാനം നിവൃത്തിയില്ലാതെ അന്ന് ഐക്യ കേരള സംഘം ഒരു കത്തെഴുതുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളോട്. കണ്ടില്ലേ ഈഴവന്മാർ, അവർ സമുദ്ധരിക്കപ്പെടുകയാണ്. നോക്കുന്നുണ്ടോ നിങ്ങൾ നായന്മാർ, അവർ രക്ഷപ്പെട്ടു വരികയാണ്. ക്രിസ്ത്യാനികൾ നേരത്തെ തന്നെ എക്സ്ട്രാബിലിറ്റാണ്. നമുക്ക് നമ്മളെ മക്കളെ പഠിപ്പിക്കണ്ടേ, നമ്മളെ പെൺകുട്ടികളെ പഠിപ്പിക്കണ്ടേ, വിദ്യാഭ്യാസം നൽകണ്ടേ? ദയവ് ചെയ്ത് ഒരു 1.5 ലക്ഷം രൂപ തരൂ, നമുക്ക് അവിടെ സർക്കാർ തന്ന ഭൂമിയിൽ ആലുവയിൽ. എന്നിട്ട് പറയാണ്, നിങ്ങൾ ആലോചിക്കണം, ആലുവയിൽ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വന്നാൽ മദ്യം, തിരുവനന്തപുരത്ത് നിന്ന് വന്നാലും മദ്യം, മദ്യത്തിൽ നമുക്ക് ആലുവയിൽ സ്ഥാപനം വെച്ചാൽ എല്ലാവർക്കും വന്ന് പഠിക്കാനോ? അതിനുവേണ്ടി അവർ നടത്തിയ ഉദ്യമമുണ്ട്, ഐക്യ കേരള സംഘം നടത്തിയ ഉദ്യമമുണ്ട്, പൊളിഞ്ഞു. എന്നിട്ടാണ് സീതി സാഹിബ് മലബാറിലേക്ക് വണ്ടി കയറിയിട്ട് ഫാറൂഖ് കോളേജ് ഉണ്ടാക്കുന്നത് 48-ൽ. 924 മുതൽ ആരംഭിച്ച പരിശ്രമം അവസാനം 48-ൽ. ആ മനുഷ്യനെ കുറിച്ച് ഗാന്ധിജി പരിഭാഷ കഴിഞ്ഞതിന് ശേഷം തന്റെ എല്ലിച്ച ശരീരത്തിൽ ഫാറൂഖ് കോളേജ് ഉണ്ടാക്കിയത് പാകിസ്ഥാൻ അനുകൂലിയായ സീതി സാഹിബ് എന്ന വൃത്തികേട് പാലടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടില്ല. നമുക്ക് വേറെ പല കാര്യത്തിലും പ്രതികരിക്കാനും പ്രസ്ഥാനം പറയാൻ സമയമുണ്ട്, സ്പേസുണ്ട്, സ്ഥലമുണ്ട്. പക്ഷെ നമുക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്നിട്ട് നമ്മളിവിടെ ഒന്ന് സെമിനാർ നടത്തുന്നത്. ആരാണ് ശത്രുക്കളെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സംഘികൾ എന്ന് പറയുന്നതിനെ ജനറലൈസ് ചെയ്തിട്ട് സീതി സാഹിബിന്റെ കുടുംബം മുഴുവൻ കോൺഗ്രസ് ആയിരുന്നു. ഇന്ത്യയിൽ എല്ലാവരും അങ്ങനെ ആയിരുന്നല്ലോ. ആ മനുഷ്യനെ കുറിച്ച് എത്ര മോശപ്പെട്ടാണ് പാലടിയെ പോലെ ഒരാൾ പാലടിക്കെതിരായി. ഞാൻ പാലടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അവസാനമാണ് കാണുന്നത്. പാലടി ലീഗിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. പാകിസ്ഥാൻ പാകിസ്ഥാൻ അനുകൂലമായി മലപ്പുറത്തുകാർ പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. സീതി സാഹിബിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ പിന്നെയാണ് കേൾക്കുന്നത്. സത്യത്തില് നമ്മുടെ നിരമ്പ് വലിഞ്ഞു മുറുകുന്ന വൈകാരികത ഉണ്ടാവും. നിങ്ങൾക്ക് ചരിത്രബോധം ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മഹാവിപ്ലവത്തെ നമുക്ക് വിസിബിളായ ഒരു കാലത്ത്, അനുഭവവേദ്യമായ ഒരു കാലത്ത് ഇത്ര പച്ചക്ക് പാലടിയെ പോലെ ഒരാൾ 10ാമത്തെ വയസ്സിൽ അയാൾ മലപ്പുറം കോട്ടക്കുന്നില് സീതി സാഹിബ് പാകിസ്ഥാന് വേണ്ടി പ്രസംഗിക്കുന്നത് കേട്ടു എന്നാണ്. വാർദ്ധക്യം ബാധിച്ച് മൂത്ത ഒരാളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഈ വൃത്തികെട്ട വാക്ക് അയാൾ ഉപയോഗിച്ചത്. എവിടെയാണ് അങ്ങനെ ആ മനുഷ്യനുണ്ടായി? കേരളത്തിലെ നവകേരളത്തിന്റെ സൃഷ്ടിപ്പില് ഏറ്റവും വലിയ പങ്കുവഹിച്ച ഒരു മനുഷ്യൻ തികച്ചും വർഗീയമായി മാറ്റി നിർത്താൻ നടത്തുന്ന പരിശ്രമല്ലേ? ഇതൊക്കെയല്ലേ ചരിത്രത്തിലേക്ക് നടക്കുന്ന ഏറ്റവും വലിയ അതിക്രമങ്ങൾ എന്ന് പറയുന്നത്, ഏറ്റവും മാരകമായി നടക്കുന്നത്? ഇതല്ലേ സംഘികൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് ഇത്രമേൽ ലക്ഷക്കണക്കിന് മക്കളെ പഠിപ്പിക്കുന്ന 10,000-കണക്കിന് അധ്യാപകന്മാർ ഇവിടെയുണ്ട്. ഈ നാട്ടിലാണ് പച്ചക്ക് ചരിത്രത്തെ വ്യഭിചരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? ഇതിന്റെ രാഷ്ട്രീയ താല്പര്യം എന്താണ്? രാഷ്ട്രീയ താല്പര്യം മനസ്സിലാക്കാം. പക്ഷെ ആത്യന്തികമായി ഒരു ജനതയുടെ അടയാളപ്പെടുത്തലുകളെ ഇല്ലാതെയാക്കാനാണ്. എനിക്കുറപ്പാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന സംരംഭങ്ങൾ തകർക്കണമെങ്കിൽ അതിന്റെ മുമ്പിൽ നിന്ന് ആദ്യം പറിച്ചറിയേണ്ടത് സീതി സാഹിബിന്റെ പേരാണ്. അത് പറിച്ചറിഞ്ഞിട്ട് വേറാളുടെ പേര് പറയേണ്ടി വരുള്ളൂ. അദ്ദേഹം എടുത്ത ഉത്തരവാദിത്വവും അദ്ദേഹം കാണിച്ചിട്ടുള്ള അതിനുള്ള പങ്കാളിത്തവും ചെറുതല്ല. ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് പറയട്ടെ, അധ്യാപകരാണ്, നമുക്ക് നിർവഹിക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എവിടെ ഏത് തലത്തിൽ പഠിപ്പിച്ചാലും നേരായി കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളോട് സംവദിക്കാൻ.
അതിനുള്ള ആർജവം ഈ കെട്ടകാലത്ത്, ഈ പോസ്റ്റ് ട്രൂത്ത് കാലത്ത് അത് മടുപ്പാണെന്ന് തോന്നിയാൽ പറഞ്ഞുകൊണ്ടേയിരിക്കൽ ബാധ്യതയാണ്. എന്തായിരുന്നു നമ്മൾ ഈ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തിയത് എന്ന് വേറെ ആർക്കും സമയമില്ല. നിങ്ങളത് മനസ്സിലാക്കണം. വേറെ പലതരത്തിൽ കമ്മ്യൂണിറ്റിയുടെ ഒരു കൂട്ടായ്മയുടെ എഫേർട്ടുകൾ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും ഒരു കാര്യമില്ലാത്ത തലത്തിലേക്ക്. ഈ സമുദായത്തിന്റെ ഒരു ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം നടന്ന ചർച്ചകൾ നിങ്ങൾ പരിശോധിച്ചോ? എന്ത് പ്രൊഡക്ടിവിറ്റിയാണുള്ളത്, എന്ത് ഗുണപരതയാണുള്ളത്? നമ്മളൊക്കെ പലതരത്തിൽ ആ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ടാവാം. എന്താണ് പ്രൊഡക്ടിവിറ്റി? ഈ പറയുന്ന ഗൗരവപ്പെട്ട ഏതെങ്കിലും ഒരു ചർച്ചയിലേക്ക് സീതി സാഹിബിനെ കുറിച്ച് വർത്തമാനം പറഞ്ഞിട്ട് സങ്കടമുണ്ട്. ഫാറൂഖ് കോളേജിൽ നിന്ന് പോലും ഒരു പ്രതികരണം വന്നിട്ടില്ല. ഇത് പറഞ്ഞപ്പോ PC ജോർജ് മാത്രമായി, വേറെ ആരൊന്നും പറഞ്ഞില്ലല്ലോ. ഇതെങ്ങാനും വേറെ ഒരു മുസ്ലിമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് കമ്മിറ്റികൾ KSTUവിൻ്റെ ബ്രാഞ്ച് മറ്റേ കമ്മിറ്റിയൊക്കെ വന്നിട്ട് പറയും ഞങ്ങൾക്കതിന് ഉത്തരവാദിയല്ല. വെറുതെ അപ്പോളജറ്റിക്കാവുക, ഒരു കാര്യമില്ല. PC ജോർജ് പറഞ്ഞ വൃത്തികേടിനെ PC ജോർജിൻ്റെ മാത്രം വൃത്തികേടാക്കിയിട്ട് മാറ്റിവെച്ചു. നമ്മളാണെങ്കിലോ എല്ലാവരും കൂടി കേട്ടെടുത്തിട്ട് ഈ ജില്ലാ കമ്മിറ്റിക്ക് അതുമായി ബന്ധമില്ല. ഇതൊരു ഭീരുത്വമാണ് സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ യഹോവ സാക്ഷികളുടെ അവിടെ ബോംബ് പൊട്ടിയപ്പോൾ ഞാൻ പലപ്പോഴും പറയാനുണ്ട്, എല്ലാവരും ബോംബ് പൊട്ടിയ ഉടനെ അത് കഴിഞ്ഞ ഉടനെ നമ്മളതിന് വിളിച്ചു കൊടുക്കുകയാണ്. അല്ല, ആളെ പിടിച്ചോ? ആരാണ് ഈ വിളിക്കണോൻ്റെ മുഴുവൻ ബേജാറെന്താ അറിയുന്നത്? അത് ഏതെങ്കിലും മുസ്ലിം പൊട്ടിച്ചാണെന്നാണ്. ഒരു മുസ്ലിം പേരുകാരൻ പൊട്ടിച്ചങ്ങക്കുന്ന ആ പെൺകുട്ടികൾ എവിടെ നിൽക്കുന്നത്? ഞാനിപ്പോൾ എല്ലാ മീറ്റിങ്ങിന് പോകുമ്പോൾ പറയാറ് ആൺകുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളതാണ് കാര്യം. കാരണം വെച്ചാൽ ആൺകുട്ടികളെ കുടുംബത്തിൻ്റെ നെടുന്തൂണാണ് എന്നുള്ളത് തെറ്റിദ്ധാരണ. നമ്മളാണ് സംഭവം വെച്ചിട്ടുള്ളത്. നമ്മൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇവനെയും കൊണ്ടുപോകും നേരെ ഗൾഫിലേക്ക്. ഓനാടുന്ന് +2 കഴിഞ്ഞ് പോവാണ്. ജോലി അത്യാവശ്യം അധ്വാനിച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി കല്യാണം കഴിക്കാൻ നാട്ടിൽ വന്നാൽ പോകുന്ന അപകടം മനസ്സിലായത്. പെൺകുട്ടികളൊക്കെ ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ് കൊടുക്കുകയാണ്. ഇവൻ്റെ കയ്യിൽ +2 ആണ്. അവസാനം കണ്ണു കൂട്ടിയത് കെട്ടലാണ്. 90% മുസ്ലിം കല്യാണങ്ങളിലും ആൺകുട്ടികളെക്കാൾ വിദ്യാഭ്യാസം വധുവിനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കുടുംബത്തിൽ വെറുതെ അന്വേഷിച്ചു ആൺകുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറയുന്നവർക്ക് തെറ്റാണ് കംപ്ലീറ്റ്. അതിൻ്റെയൊക്കെ പിറകിൽ ആരാണെന്ന് അറിയുന്നത്? വലിയ അധ്വാനമുണ്ട് സഹോദരന്മാർ. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു, ശത്രു തൊട്ടടുത്തുള്ള ശത്രുവിനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കലാണ് കോമൺ സെൻസ്. കേരളത്തിൽ നിങ്ങൾ മുസ്ലിം ഐഡൻറ്റിറ്റിയെയും ചരിത്രത്തിലെ എല്ലാ മുസ്ലിം ഐഡൻറ്റിറ്റിയെയും ഏറ്റവും ശക്തമായി നിരാകരിക്കുന്ന ആദ്യത്തെ സംഘടന ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയാണ്. നിങ്ങൾ സംവരണം അധ്യാപകർക്കറിയാലോ. സംവരണത്തെ അനുകൂലിച്ചവർ ഇല്ല. ശരീരത്തൊക്കെ പോട്ടെ, ശരീരത്തൊക്കെ വിശ്വാസം സമാനമായിട്ട് മലപ്പുറത്തൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ സ്നേഹപൂർവ്വം പറയാണ്, വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകാതെ നിങ്ങളോട് പറയുന്നത്, കൃത്യമായ ബോധ്യം ഉണ്ടാകുക, ഐഡൻറ്റിറ്റിയിൽ ഒരു അഭിമാനം ഉണ്ടാകുക, അത് കളഞ്ഞു പിടിക്കുക. കേരളത്തിലെ പൊതുരാഷ്ട്രീയത്തെ ക്രമീകരിച്ചത് ഐഡൻറ്റിറ്റിയാണ്. ഞാൻ ഈഴവൻ എന്ന് പറഞ്ഞു തന്നെയാണ്. കേരളത്തിലെ നായൻ സമൂഹങ്ങൾ അവരനുഭവിച്ചതുപോലുള്ള പീഡനം, അവരേറ്റുവാങ്ങിയതുപോലെയുള്ള അവമതി കേരളത്തിലെ ഒരു ജാതിയും ഏറ്റുവാങ്ങിയിട്ടില്ല. അതിനിടയിൽ നിന്നാണ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ മറ്റ് ഒരു സ്റ്റേറ്റിലുമില്ല അങ്ങനെ അവർ സംഘടിച്ചവരുടെ പ്രൗഢ ഉയർത്തി. പൊളിറ്റിക്കൽ പാർട്ടികൾ നോക്കുക, നാഗര കമ്മ്യൂണിറ്റിൻ്റെ അഭിപ്രായം എന്താണ്, അവിടത്തേക്ക് വന്നു. ഐഡൻറ്റിറ്റി, അവനവൻ്റെ ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിച്ചിട്ട് തന്നെയാണ് നിൽക്കേണ്ടത്. അതിൽ കോംപ്രമൈസ് പാടില്ല. പക്ഷേ അത് മറ്റുള്ളവരോട് ധിക്കാരം കാണിക്കാനോ അനീതി കാണിക്കാനോ അല്ല എന്ന ഉറപ്പുണ്ടാവുക. എപ്പോഴും CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം ആ ഐഡൻറ്റിറ്റിയെ ഉയർത്തിപ്പിടിച്ച് സംസാരിച്ചാണ് അവസാനിച്ചത്. എവിടെയും അത് പറഞ്ഞിരുന്നു. ഡിപ്ലോമാറ്റിക്കായിട്ട് അല്ല കാര്യങ്ങൾ നേടാമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ഈ ജാതി കള്ളന്മാരുടെ മുമ്പിൽ ഒരു ഡിപ്ലോമസി കൊണ്ടും രക്ഷപ്പെടാൻ പോലില്ല. നേർക്ക് നേരെ നിന്നിട്ട് തരാത്തത് പിടിച്ചു വാങ്ങലല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്നോട് കല്ലൂർ പറഞ്ഞു,
അടുത്ത സർക്കാർ വന്നാൽ നിങ്ങളെ കാര്യത്തിൽ നടത്തി തരാമെന്ന് പറയാൻ വെറുതെ കൈയിരിപ്പിക്കാൻ ഞാൻ പറഞ്ഞു അത് അങ്ങനെ ഒന്നും പറഞ്ഞു കാര്യം എന്താ നിങ്ങൾ അതിനുള്ള പണി ആദ്യം എടുക്കണമെങ്കിൽ നല്ലോണം ഒന്ന് ബുദ്ധിമുട്ടും 2 പ്രാവശ്യം വോട്ട് കൊടുത്ത എല്ലാ പഹയന്മാരും പഠിക്കട്ടെ, സകല ഉദ്യോഗസ്ഥന്മാരും സകല പോലീസുകാരും സകലരും പഠിക്കട്ടെ. ഞാൻ വിചാരിക്കുന്ന എന്താ നിങ്ങൾ ഇതിനേക്കാൾ കുറച്ചും കൂടി നിങ്ങളെ ഈ രംഗമൊക്കെ വഷളാവട്ടെന്നാണ്, നിങ്ങൾക്കൊന്ന് കിട്ടിയ പോരാന്ന്. അതുകൊണ്ട് സൂക്ഷിച്ചു നിന്നോളൂ, സൂക്ഷിച്ചു നിൽക്കുക, നട്ടെല്ല് നിവർത്തി നിൽക്കുക. വളഞ്ഞു വാങ്ങാവുന്ന ഒന്നും കേരളത്തിലില്ല എന്ന് ഉറച്ചു തീരുമാനിക്കുക. അങ്ങനെ നിന്നാൽ സാധ്യമാകാവുന്ന പലതും അധ്യാപകന്മാരോട് പറയുമ്പോഴുള്ള അതിനെക്കുറിച്ചുള്ള ഒരു സന്തോഷം അറിയിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നിർത്തുന്നു. മുഹമ്മദ് അലിക്കുള്ള മൊമെന്റോ സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദുള്ള സാർ നൽകുന്നത്. AP നിസാർ, CS സുൽഫിക്കർ അലി, AP അസീസ്, അതുപോലെ നാസർ നാരായണ, SU സ്റ്റേറ്റ് ബഷർ. ചരിത്ര വക്രീകരണം ഇന്ത്യയിൽ എന്ന വിശദാസ്പദമാക്കി ഈ സെമിനാറിൽ സംസാരിച്ച ബഹുമാനപ്പെട്ട KM ഷാജി അവർകൾ, സംസ്ഥാന IUM സെക്രട്ടറി, അതിന് അധ്യക്ഷൻ PKM ഷഹീർ, ഓർഗനൈസ് സെക്രട്ടറി കല്ലൂർ മുഹമ്മദ് അലി, അബ്ദുൽ കുഞ്ഞ് ചെറുക്കള, ബഹുമാനായ KSTUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദുള്ള, അബ്ദുൽ അസീസ് ജനറൽ സെക്രട്ടറി, അത്താവുള്ള മാസ്റ്റർ സംസ്ഥാന ട്രഷറർ, അതുപോലെ AP ഷാഫി, MS സയ്യിദ് മുഹമ്മദ്. فزمن قد كنت بغيته بذلا في حب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج بيتا أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسما في رفع الدرج بذلا في حب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج KSTU സമ്മേളനത്തിന്റെ ചന്ദ്രിക بيتا أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسما في رفع الدرج بذلا في حب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ
കരുത്തിന്റെ കാവൽ. മിനാർ TMT Temcor FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.